ഫ്രൈഡ് റൈസിനുള്ള മുട്ട റെഡി ആകണൊക്കെ ഉണ്ടാ. ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ. ഇന്ന് പിള്ളേർക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാന്ന് തീരുമാനിച്ച് വൈഫ് റെഡി ആയിട്ടിരിക്കുകയാണ്. വേഗം മുട്ടയായി. ഒരു കിലോ അരിക്കുള്ള ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോണത്. എത്ര മുട്ട ഇട്ടു? 6 മുട്ട. 6 മുട്ട ഉണ്ടത്. 6 മുട്ട പൊരിച്ച് വെച്ചാണ്. 6 മുട്ട പൊരിച്ച് വെച്ചേക്കണു. അങ്ങനെ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട് ഫ്രൈഡ് റൈസിനുള്ള. പറഞ്ഞ അങ്ങനെ ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിൽ ഒഴിച്ച്. എല്ലാവരും സൺഫ്ലവർ ഒക്കെ ഒഴിക്കണേ. ഇത് വെച്ചുണ്ടാക്കുമ്പോ നമ്മള് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോ കോക്കനട്ട് ഓയിൽ വെച്ചാൽ എന്താ സംഭവിക്കണെന്ന് നമുക്കൊന്ന് കാണുകയും ചെയ്യാലോ. ഇവിടെ അതേ പച്ചമുളക്, വെളുത്തുള്ളി. അതിൽ നമ്മൾ വെളുത്തുള്ളി ആദ്യം ഇടണം. പച്ചമുളക്, പിന്നെ അതെ എന്നിട്ട് സാധനത്തിന്റെ പേര് സ്പ്രിങ്ങാ. സ്പ്രിങ് ഓണിയൻ. തണ്ട് അതിന്റെ തണ്ടാണെന്ന്. അതിന്റെ ഇല. ക്യാപ്സിക്കം 1 കപ്പ് ക്യാപ്സിക്കം. ക്യാരറ്റ്. ഇന്ന് ഞങ്ങൾ കലക്കും. പൊടിക്ക് ഉപ്പ്. കിലോ വസുമതി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാൻ മറന്നു. അപ്പോഴേക്കും ഇവളോട് വെച്ച് തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ 1 കിലോ അരി ഇടുക, കഴുകുക, അരമണിക്കൂർ വെള്ളത്തിലിട്ട് കഴുകി വെച്ചേർന്ന സാധനം ഇത്തിരി ഉപ്പ്, അരി വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് വേവിച്ച് നമ്മളവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു എന്ന് മാത്രം. പൊടി കുറച്ചിടണുള്ളൂ. കുരുമുളക് പൊടി കുറച്ച് മതി. പിള്ളേർക്കൊക്കെ എരിയും, അതുകൊണ്ട് കുറച്ചിടണുള്ളൂ. പൊരിച്ച് വെച്ചാണ് മുട്ട. അതേ ഇവിടെ കുന്ന് വെച്ചിട്ടുണ്ട്. ഇടാമാണ്. സോയാ സോസ് 2 ടീസ്പൂണാണ് സോയാ സോസ് ഒഴിച്ചത്. ഇനി എന്നിട്ടോ സോസാ? ഇനി ടൊമാറ്റോ സോസ് ഒഴിക്കണു. അത് എത്ര ടീസ്പൂൺ ഒഴിക്കും? 2 ടീസ്പൂൺ. 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും. ഞങ്ങളുടെ ഒരു വികലാംഗ കൂടി ഇരിപ്പുണ്ട് ഈ ഫ്രൈഡ് റൈസ് തിന്നാൻ വേണ്ടി ഇരിക്കണാ. എന്താ ഫ്രൈഡ് റൈസ് നിനക്ക് ഇഷ്ടാണോ? ഇന്നോടേക്ക് ഇഷ്ടപ്പെട്ടെ? അത് അമ്മ ഉണ്ടാക്കണ ആരാണോ? വീട്ടിലുണ്ടാക്കണ ഫ്രൈഡ് റൈസ് അവന് ഇഷ്ടമാണ്. അപ്പോ എല്ലാരും ആയി. ഇനി നമ്മള് 1 കിലോ അരിയാണ്, ബസുമതി റൈസ് ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് കേട്ടാ. അത് ഇടാമാണ്. അതിൻ്റെ ഉള്ള തയ്യാറെടുപ്പാണ്. അതെ. അതെന്തി അങ്ങനെ ഞങ്ങളുടെ ഫ്രൈഡ് റൈസ് പകുതിയായി. ബസുമതി റൈസ് ഇട്ടു. ഇനി ഇടാൻ കേട്ടാ. ഇന്ന് ഇളക്കിയിട്ട് ഇടാന്നാണ് പറഞ്ഞ. ഉള്ളതൊക്കെ ഇട്ടു. 1 കിലോ ബസുമതി റൈസ് ആണ് ഇട്ടാണ്.
ഒന്ന് ഹെൽപ്പ് ചെയ്യാണ്, ഇളക്കാൻ പറ്റുള്ളാന്ന്. അപ്പൊ നമ്മളൊന്ന് ഇളക്കാൻ ഹെൽപ്പ് ചെയ്യണുള്ളൂ. അപ്പം നമ്മള് കിസ്മസും കശുവണ്ടി പരിപ്പും ഇടാൻ വേണ്ട. ഡിസൈൻ അടിപൊളി ഡിസൈൻ. കണ്ട ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. വിളമ്പാനുള്ള പരിപാടിയിലാണ്. ഇവിടെ പരശു വന്നിരിപ്പുണ്ട്, നന്ദുക്കുട്ടൻ വന്നിരിക്കുന്നുണ്ട്. കഴിച്ചു നോക്കിയേ, എങ്ങനെയുണ്ട്? അഭിപ്രായം പറഞ്ഞേ. ചൂടാ പിന്നെ ഇതോട്ട് എല്ലാരും വീടുണ്ടാക്കി